സുരേന്ദ്രൻ എഴുതിയ ഒരു കവിതയുടെ വൃത്തത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ അവർ തമ്മിൽ ഇപ്പോൾ ടോട്ടലി അകന്നിരിക്കുക. ഈ സമയത്ത് വേണം എനിക്ക് തൻ്റെ കാര്യം അവളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ. ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു ഡു യുവർ ആൻസർ. അതിപ്പോ സർ ഇത്ര പെട്ടെന്ന് നോ ഇപ്പോൾ ഉടൻ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. യു കൻ ടേക്ക് യുവർ ഓൺ സ്വീറ്റ് ടൈം. സ്കോട്ട്ലൻഡിലെ 3 ഡിസ്റ്റിലറീസ് അടക്കം നമ്പ്യാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാണ്ട് 5000 മില്യൺ പൗണ്ടിന്റെ ആസ്തിയുള്ള ബിസിനസ് എംപയറിന്റെ ഏക അവകാശി. അവളിനി സുരേന്ദ്രൻ കാഞ്ഞാണിയുടേതെന്നല്ല, ഏത് നാറിയുടെ മുൻകാമുകയായിരുന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. നമ്പ്യാരോട് ആലോചിച്ച് പറയാമെന്നൊക്കെ വെറുതെ ഒരു ജാടയ്ക്ക് പറഞ്ഞെങ്കിലും അന്ന് രാത്രിയും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ നമ്പ്യാരെ വിളിച്ച് എന്നെ സമ്മതം അറിയിച്ചു. എന്റെ ഉത്തരം എന്തായിരിക്കുമെന്ന് എന്നേക്കാൾ ഉറപ്പ് നമ്പ്യാർക്കുള്ളതുകൊണ്ടാവാം എന്റെ മറുപടി അങ്ങേരിൽ പ്രത്യേകിച്ച് ഒരു സന്തോഷവും ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്പ്യാർ സന്തോഷം കൊണ്ട് മതിമറക്കുന്നതിന് ഞാൻ സാക്ഷിയായി. ഇപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇത് നടക്കും. അല്ലെ പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും ഒരു കാര്യവുമില്ലാതെ അതിനെയൊക്കെ എതിർത്തുന്ന പെൺകൊച്ച് ഇക്കാര്യം പറഞ്ഞപ്പോൾ കുറച്ചു നേരം നിന്ന് ചിരിച്ചതല്ലാതെ ഒരു അക്ഷരം ഒബ്ജക്ഷൻ പറഞ്ഞില്ലല്ലോ. അതെന്തിനാ സർ ചിരിച്ചത്? അത് അവളോട് ചോദിക്കണം. എടോ, ഏതായാലും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പകൽ താനുമൊത്ത് സ്പെൻഡ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. അതെന്തിനായിരിക്കും സർ? മെയിൻലി താൻ എങ്ങനെയുള്ള ഒരുത്തരാണെന്ന് മനസ്സിലാക്കാനാവും. എനിവേ യുവർ ഡേ വിത്ത് ഹർ ഈസ് വെരി ക്രൂഷ്യൽ, സോ മേക്ക് ഇറ്റ് ഗുഡ്.